ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അബീസ് വ്ളോഗ്സ്. ഇനി ആരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉണ്ടാക്കുന്നതെന്ന് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. നമുക്കിവിടെ വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെർമിസെല്ലി ഉപ്പുമാവ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി മറക്കാതെ ഒന്ന് എനാബിൾ ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. വെർമിസെല്ലി ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു 300 ഗ്രാം വെർമിസെല്ലി എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനേ ഉള്ളതാണ്. അതുകൊണ്ട് നമുക്കിതിനെ ഒന്ന് ഒടിച്ചെടുക്കാം. ഒടിച്ചിട്ടുള്ള വെർമിസെല്ലിയും കിട്ടും. അപ്പോൾ ഒടിക്കേണ്ട ആവശ്യമില്ല. ഉപ്പുമാവ് ഡയറക്റ്റായിട്ട് അങ്ങ് ഉണ്ടാക്കി വെച്ചാൽ മതി. ഇത് ഇതുപോലെ നമ്മൾ കൈ കൊണ്ടൊന്ന് ഒടിച്ചെടുക്കണം. സേമിയ കൊണ്ട് കൂടുതൽ എല്ലാവരും പായസമാണല്ലോ വയ്ക്കുന്നത്. ഇതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. പലർക്കും ഇതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ അറിയാം. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഉപ്പുമാവാണ്. ഇവിടെ ഞാൻ സേമിയ എല്ലാം ഒടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലാണ് ഒടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം. ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പേ വെച്ചു. അതിലേക്ക് നമുക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്ക്ക് പകരം സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏതെങ്കിലും ഓയിലായാലും മതി. എങ്കിലും ശുദ്ധമായ പശുവിൻ നെയ്യിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. ഇനിയും ഈ ഒടിച്ചു വെച്ചിരിക്കുന്ന വെർമിസെല്ലി ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു ബ്രൗൺ നിറമാകുന്നത് വരെ നല്ലതുപോലെ ഇതൊന്ന് വറുത്തെടുക്കാം. ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമല്ല, സപ്പറിനും ഇത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനായിട്ട് ഇത് വളരെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇത് ഇഷ്ടപ്പെടും. വെർമിസെല്ലി ഇവിടെ മൂത്തിട്ടുണ്ട്. കണ്ടോ, എല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഈ ഒരു പരുവമാണ് വേണ്ടിയത്. അപ്പോൾ ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. വീണ്ടും ഞാനൊരു പാൻ അടുപ്പേ വെച്ചു. അതിലേക്ക് 2 സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കാഷ്യൂനട്ടാണ്. കാഷ്യൂനട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊരുമാതിരി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കുറച്ച് കിസ്മിസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കിസ്മിസും നട്ട്സും കരിഞ്ഞു പോകാതെ ഒന്ന് വറുത്തെടുക്കാം. ഇവിടെ ഇത് രണ്ടും നന്നായിട്ട് മൂത്തു. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി അതേ പാനിലേക്ക് 2 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടാകുമ്പോൾ അല്പം കടുക് കൂടി ഇട്ട് കൊടുക്കാം. കടുക് ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനിവിടെ ഒരു ചെറിയ സബോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നു. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് അതൊന്ന് ചെറിയ തോതിലൊന്ന് വഴറ്റാം. ഇനി അതിലേക്ക് ഒരു തണ്ട് കരിയാപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും സബോളയും എല്ലാം ഇവിടെ വഴന്നു. ഇനി അതിലേക്ക് ഞാനിവിടെ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ക്യാരറ്റൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റും വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം ഇവിടെ തിളച്ചു. ഇനി അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. സേമിയ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ ഉപ്പുമാവ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് കണ്ടോ, വെള്ളമൊക്കെ മിക്കവാറും പറ്റിയിട്ടുണ്ട്. ഏറെക്കുറെ വെന്തിട്ടുമുണ്ട്. വെർമിസെല്ലി കലോറി മൂല്യം കുറവായതുകൊണ്ട് അത് വെയിറ്റ് ലോസിന് നല്ലതാണ്. ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് ഈ ലോ ഫ്ലെയിമിൽ തന്നെ ഇതൊന്നുകൂടി ഒന്ന് അടച്ചു വയ്ക്കാം. വീണ്ടും ഒന്നുകൂടി തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഞാനിവിടെ കുറച്ച് തേങ്ങ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് തിരുമ്മി എടുത്തിരിക്കുന്നതാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് ഒരു നല്ല ടേസ്റ്റിന് വേണ്ടിയാണ്. ഈ ഉപ്പുമാവിന് തേങ്ങ ചേർക്കണമെന്ന് നിർബന്ധമില്ല, അത് ഓപ്ഷണലാണ്. എങ്കിലും തേങ്ങ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നല്ലതുപോലെ ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്നുകൂടി ഒന്ന് അടച്ചു വയ്ക്കാം. നമ്മുടെ വെർമിസെല്ലി ഉപ്പുമാവ് റെഡിയായെന്ന് നോക്കാം. കണ്ടോ, വെള്ളമെല്ലാം പറ്റി നല്ല റെഡി ആയിട്ടുണ്ട്. ഇതൊട്ടും കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. കണ്ടോ, ഇളക്കുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാവും. കറക്റ്റ് വെള്ളം വെച്ചാൽ മതി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അതുപോലെ ക്യാരറ്റൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമാണ്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം.
ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വെർമിസെല്ലിയുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റായിട്ടുള്ള വെറൈറ്റി ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല കാണുമ്പോൾ തന്നെ അറിയാം വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാനെന്നുള്ളത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം. ടിൽ ദെൻ ബൈ ബൈ.